ഹായ്, ഞാൻ ഷീല. ഇന്ന് നമ്മളൊരു സ്കേർട്ടാണ് തയ്ക്കുന്നത്. അതായത് ഈ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്കേർട്ട് തയ്ക്കാം. അതായത് ടോപ്പ് ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഈ മോഡലാണ് ടോപ്പ്. കണ്ട ടോപ്പ് ഇതിന് 2 ഇത് വലുത്. ഒരു വീട്ടിലുള്ള അനിയത്തിയും ചേട്ടത്തിയാണ്. അപ്പം 2 ടോപ്പിന് ഇതിന് വേണ്ടുന്ന സ്കേർട്ട് നമുക്ക് തയ്ക്കണം കേട്ടോ. ഇത് ചേട്ടത്തിയുടെ, ഇത് അനിയത്തിയുടെ, ഒരു വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇത് 2 ടോപ്പ് തയ്ച്ച് കഴിഞ്ഞ് നമുക്കിതിൻ്റെ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന രീതി പറഞ്ഞുതരാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം എടുക്കേണ്ടത്, നമുക്ക് അളവ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ അളവ് കിട്ടിയുണ്ട്. ഇതിൽ നിന്ന് അളവെടുക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ട് തുണിയിൽ കട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിൻ്റെ ഇറക്കം എടുക്കണം. ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് ഫുള്ളിറക്കം നോക്കാം. ഇതിൽ വന്നേക്കുന്നത് ഇറക്കം ഉണ്ടോ, 21 വരും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇറക്കം. പ്രത്യേകം ഏറ്റവും മുകളിൽ വെച്ചിട്ട് അടിവരെയുള്ള ഇറക്കമാണ് 21. ഇതിൽ നിന്ന് നമ്മൾ സ്കേർട്ടിൻ്റെ മാത്രം എടുക്കുക. ആ പട്ട വള്ളിയിടുന്ന ഭാഗം അതും ഒഴിവാക്കാം. എന്നിട്ട് ഈ ഞൊറിവിടാനുള്ള ഞൊറിവ് വെച്ചേക്കുന്നില്ല, ഈ പട്ട കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലെന്ത് എടുക്കണം. അപ്പോൾ അത് വന്നേക്കുന്നത് 20 വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 20 വന്നപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ ഒരരയിച്ച് പോകും. അപ്പോൾ 20 വണ്ണ ഇറക്കം 20. ഈ പടിയുടെ നീളം 1.5 വന്നേക്കുന്നത്. പടിയുടെ വീതി 1.5 വന്നിട്ടുണ്ട്. അപ്പം വേസ്റ്റ് വണ്ണം വന്നേക്കുന്നത് എത്ര നോക്കാം. ഉണ്ടോ, വേസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 12, ഒരു സൈഡ് 12. അപ്പം ഫുള്ളായിട്ട് വരുമ്പം 24 വരും. 12 12 24, അരവണ്ണം 24 കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെക്കണം. വേസ്റ്റ് വണ്ണം അല്ലെങ്കിൽ അരവണ്ണം 24. അത് കഴിഞ്ഞിട്ട് ലെന്ത് ആ പടി ഒഴിവാക്കിയിട്ട് ഉള്ള നീളം നോക്കണം. 19.5 ഉള്ളത് ഇപ്പോൾ 20 എടുക്കുക. പിന്നെ പടിക്ക് 1.5 ഇഞ്ച് വീതി വരും പടിയുടെ ഈ നീളം. അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ പുറത്തുമുണ്ടല്ലോ, അപ്പം 3 ഇഞ്ച് കൈയെടുത്തുമ്പോൾ കൂടി മൊത്തം 4 ഇഞ്ച് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. വണ്ണം 22 എടുത്തേക്കുന്നത്, 24 വണ്ണം മൊത്തം റൗണ്ട് വന്നേക്കുന്നത് 24. അരവണ്ണം അല്ലെങ്കിൽ വേസ്റ്റ് വണ്ണം 24, ഒരു സൈഡ് 12. ഇപ്പോൾ 22ൻ്റെ 4 ഇരട്ടി എടുക്കണം തുണിയിൽ കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ എടുക്കാം. ഇവിടെ സ്കേർട്ട് തയ്ക്കാൻ തന്ന തുണി ഇതാണ്. ഈ തുണിയാണ് തന്നേക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. ലൈൻ ഇങ്ങനെ പോയോണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കണം കേട്ടോ. നീളത്തിൽ ഇങ്ങനെ എടുക്കാം. അപ്പം വേണ്ടത്, ആദ്യം നമ്മൾ 24 വന്നേക്കുന്നത്. 12 12 24. 24ൻ്റെ 4 ഇരട്ടി എടുക്കണം. അപ്പം നോക്കുക, 24 48 48 48 48 56 86 വരും കേട്ടോ. 24 24 48 48 86 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഞൊറിവിടാനായിട്ട് 86. ഈ ഒരു ടേപ്പിൻ്റെ നീളം 60. ഇനിയിപ്പോൾ നമുക്ക് 86 അല്ലേ,
60 എടുത്തു. ഇനി 26 എടുക്കുമ്പോൾ കറക്റ്റാവും. കണ്ടോ? അത്രയാണ് നമ്മുടെ വീതി പ്ലീറ്റ്സ് ഇടാൻ വേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നീളം നമ്മൾ 19 എടുത്തേക്കുന്നത് അല്ലേ, അത് 20 എടുക്കണം. ഇതിനെ ഞൊറിവിട്ട് നമ്മൾ 24 എടുക്കണം കേട്ടോ. അതിനാണ് ഇത്രയും ലൂസ് ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് നേരെ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ നീളം 19 ഞാൻ എടുത്തിട്ടുണ്ട്, 20 എടുത്തു. എന്നിട്ട് അടിയിൽ മടക്കി തയ്ക്കുന്നില്ല. ഈ ഞൊറിവ് ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് മടക്കി തയ്ക്കാൻ പാടാം. അതുകൊണ്ട് അതേപോലെ തന്നെ എടുക്കുന്നത്. ഇവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, തേരുവശം കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ വണ്ണത്തിൻ്റെ 4 ഇരട്ടി. അതിനെ തുണി മടക്കിയിട്ടിട്ട് ഇറക്കം നോക്കിയിട്ട് തയ്യൽ തുമ്പിന് മാത്രം അരയിഞ്ച് എടുത്ത് അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അടിയിൽ നമുക്ക് ലൈനിങ് ഇടണം. ലൈനിങ് തന്നേക്കുന്ന ഈ തുണിയാണ്. ഇതിന് നമുക്ക് ലൈനിങ്ങിന് ഞൊറിവിടണ്ട കേട്ടോ. ഇതിനെ നമുക്ക് ഇതേപോലെ 4 മടക്കിയിട്ട് എടുക്കുക. 4 മടക്കിയതിന് ശേഷം നമ്മുടെ അരവണ്ണം എത്ര ആയിരുന്നു വന്നേക്കുന്നത്? 22, 44. അപ്പോൾ 44 വരുമ്പോൾ ആദ്യം ഇറക്കം കാണുക. 20 നമ്മൾ ഇറക്കം എടുത്ത് ഈ ലൈനിങ്ങിന് ഒരു 1.5 ഇഞ്ച് കൂടെ കുറച്ചെടുത്താൽ മതി. അപ്പം 18 എടുത്താൽ മതി കേട്ടോ. ലൈനിങ്ങിന് പാവാട പീസിനേക്കായാലും ലൈനിങ്ങിന് 1.5 ഇഞ്ച് ഇറക്കം കുറച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു സൈഡ് 12 വന്നേക്കുന്നത്, 12 അരവണ്ണം വന്നേക്കുന്നത്. 12, 12, 24. അപ്പോൾ തുണിയെ നമ്മൾ 4 മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ 6 എടുക്കുക. എന്നിട്ട് ലൈനിങ്ങിന് നമുക്ക് ഞൊറിവിടണ്ട കേട്ടോ. 6 എടുത്തിട്ട് തയ്യൽത്തുമ്പും കൂടി 7, 6.5. തയ്യൽത്തുമ്പും കൂടി 6.5. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ എടുത്തതിനേക്കായാലും ഇരട്ടി ഇവിടെ എടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ലൈൻ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഷേപ്പ് എടുക്കാം. കട്ട് ചെയ്യാം. ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഞൊറിവിടുമ്പോഴേ എല്ലാം കൂടെ പറ്റും. ലൈനിങ്ങിന് ഒരിക്കലും നമ്മൾ ഞൊറിവിടണ്ട. അതേപോലെ അടിയിൽ നമുക്ക് വിരിവ് വേണമല്ലോ. മുകളിൽ ആ സ്കേർട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് എടുക്കാം. കറക്റ്റ് വണ്ണത്തിൽ അടിയിൽ നമുക്ക് ആ വിരിവിലെടുക്കാം. അരവണ്ണത്തിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് തട്ടാതിരിക്കുക വിരിവ് വേണ്ടത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാം. ഒരു 4 ഇഞ്ച് വീതിയിൽ
24 ഇഞ്ച് നീളത്തിൽ, പിന്നെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടെ കൂട്ടണം. 26 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് ഈ ഇത് വരും, ഞൊറു പോലുള്ള തുണിയാണ്. ഇതുകൊണ്ട് നമുക്ക് പടിയടിക്കാൻ പാടാം. അപ്പോൾ ഈ ലൈനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് പടിക്ക് കൊടുക്കാം ഈ കളർ കേട്ടോ. മുകളിൽ പടിക്ക് ഈ ലൈനിങ് തന്നെ കൊടുക്കാം. ഇച്ചിരി വീതി കൂട്ടുന്നുണ്ട്, കാരണം കട്ടി കിട്ടും കേട്ടോ. ഇനി തയ്ക്കുന്ന പറഞ്ഞുതരാം. അപ്പം നമ്മൾ സ്കേർട്ടിൻ്റെ പീസും കെട്ടി, പടിയും വെട്ടി, ലൈനിങ്ങും വെട്ടി. ഇനി തയ്ക്കാം. സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്ത ഭാഗം എടുത്ത് സ്കേർട്ട് ഞെറുവിടാം. ഒരു സൈഡ് 1 ഇഞ്ച് തയ്ച്ചിന് വന്നതിന് ശേഷം വേണം ഞെറുവിടാൻ കേട്ടോ. എന്നിട്ട് കണ്ടോ 2 ഇഞ്ച് വീതിയിൽ ഞെറുവിടുന്നത്. അപ്പോൾ 1 ഇഞ്ച് തള്ളി അകത്തോട്ട് ഇരിക്കണം. ഒരു 2 ഇഞ്ച് വീതിയിലാണ് ഞെറുവിടുന്നത്. അപ്പോൾ 1 ഇഞ്ച് അകത്തോട്ട് ഇരിക്കണം കേട്ടോ. ഇതേപോലെ അങ്ങനെ ഞെറുവിട്ട് നമുക്കിത് എത്ര ആക്കണം? 12 വന്നേക്കുന്ന ഒരു സൈഡ്. അപ്പം 12 24 ആക്കണം. ഈ ഞെറുവിട്ട് ഇതേപോലെ 24. ഒരു സൂചി ഇവിടെ കുത്തി നിർത്തണം. പകുതി ഞെറുവിട്ടതിന് ശേഷം ബീഡ്സ് കയറ്റിയതിന് ശേഷം അതിൻ്റെ പകുതി ഇങ്ങനെ കിടക്കുന്നില്ലേ, അതിൻ്റെ ഉള്ളിലോട്ട് വേണം അടുത്ത ഞെറുവ്. അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം ഒരേ വേലിക്ക് കണ്ടോ. പകുതി ആയതിനു ശേഷം അപ്പോൾ അടുത്ത ഞെറു അതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കണം. അടുത്തത് അതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കണം കണ്ടോ. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ളൊരു തുണിയായതുകൊണ്ട്, കോട്ടൺ തുണിയല്ലല്ലോ, സിൽക്ക് ഇങ്ങനെ ലൈനുള്ള തുണിയത്. ഇതേപോലെ ഉള്ളിലോട്ട് കയറ്റി ഞെറുവിടണം. ഇങ്ങനെ ഞെറുവിട്ട് നമുക്ക് 24 ആക്കണം. പകുതി ആയതിനു ശേഷം ഇപ്പോൾ ഞാൻ ഒരു ഞെറുവിൻ്റെ ഫസ്റ്റ് കണ്ടതിൻ്റെ പകുതിയാക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഈ തുണി കയറ്റി 2 ഇഞ്ച് ഒരേ വലിപ്പത്തിലായിരിക്കും, 2 ഇഞ്ച് വീതിയിൽ കേട്ടോ. അടുത്തത് അതേപോലെ എടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടത് ഞെറുവിട്ട് ഉണ്ടല്ലേ. ഇങ്ങനെ ഞെറുവിട്ട് ഇത് ഫുള്ളാക്കണം കേട്ടോ. ഇത് ഞെറുവിട്ടതിന് ശേഷം നമുക്ക് കറക്റ്റ് വണ്ണം ആക്കിയതിന് ശേഷം വേണ്ട അതിന് അളന്ന് നോക്കണം. നമുക്ക് എത്ര ആയെന്ന്, എത്ര ഇഞ്ച് കിട്ടിയെന്ന് നോക്കണം. എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് 12 24 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇച്ചിരി ഈ ലൈനിങ് തുണി എടുത്ത് ഇതിനകത്ത് വെക്കാം, ചേർത്തടിക്കണം. 2 പീസായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ നല്ല വശം നോക്കുമ്പോൾ ഇത് രണ്ട് നല്ല വശം, ഇതിന് ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്യുക.
ചെയ്തതിന് ശേഷം ഡബിൾ അടി അടിക്കണം കേട്ടോ. നമുക്ക് തിരിച്ചിട്ടിട്ട് ഒരടി കൂടെ അടിക്കാം. അടിച്ചതിൻ്റെ മുകളിൽ കൂടെ ഒരടി കൂടെ അടിക്കാം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുമ്പോൾ ഉറപ്പാവും തയ്യൽ പോവില്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ അരവണ്ണത്തിന് അത്രയും കിട്ടി. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ പാവാട പീസ് ചൊറുവിട്ട് വെച്ചല്ലോ, അതിൻ്റെ നല്ല വശത്ത് വെക്കണം. ഇതിൻ്റെ നല്ല വശം ഇതാ, പാവാട പീസിൻ്റെ നല്ല വശം മുകളിൽ നിൽക്കണം. ലൈനിങ്ങിൻ്റെ ഈ നല്ല വശം ഇതിൻ്റെ അടിയിൽ കണ്ടോ. എന്നുകൊണ്ട് പറഞ്ഞ് പാവാട പീസിൻ്റെ നമ്മൾ പ്ലീറ്റ്സിട്ട് നല്ല വശം ഇത്, ലൈനിങ്ങിൻ്റെ നല്ല വശം ഇത്, ചീത്ത വശം പുറത്തിങ്ങനെ. ഇനി ഇതൊക്കെ ചേർത്തടിക്കാം. ഇതിന് കഴിഞ്ഞ് ഈ പ്ലീറ്റ്സ് ഇട്ടതും ഇതും കൂടെ ചേർത്ത് ഒറ്റയടി അടിക്കാം. ഉടന്ന് ഉടമ്പര ഒരടി. ഇത്ര അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാവാടയ്ക്ക് ഓപ്പൺ വരുമല്ലോ, പട്ടയുടെ കൂടെ ചേർത്ത് മൊത്തം 2 ഇഞ്ച്, ഇവിടെ ഒരു 1.5 ഇഞ്ച് പട്ടയുടെ പടി കൂടെ വെക്കുമ്പോൾ ഒരു ഇഞ്ച് കൂടെ 1.5 ഇഞ്ച് കൂടെ കിട്ടുക. അപ്പോൾ 3 ഇഞ്ച് മതി ഓപ്പൺ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇത് 2 കൂടെ ചേർത്ത് അരികു മടക്കി അടിക്കണം കേട്ടോ. ലൈനിങ് മെയിൻ പീസ് കൂടെ ചേർത്ത് അരികു മടക്കി അടിക്കണം. ഇതിൻ്റെ ഒരു സൈഡ് അരി മടക്കി അടിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡ് കൂടെ അടിക്കണം. ഇതും അതേപോലെ അടിക്കണം. നമുക്ക് സ്കേർട്ടിൻ്റെ സൈഡ് ഓപ്പൺ വരുമല്ലോ ഒരു സൈഡ്, അതിന് വേണ്ടി കേട്ടോ. ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കാം കേട്ടോ. കട്ട് ചെയ്തപ്പോൾ ഭാഗമല്ലേ അടിഭാഗം മടക്കി അടിച്ചിട്ട് പോകാം. ഇതേപോലെ ചുളുക്കില്ലാതെ നടക്കും കേട്ടോ. ഇങ്ങനെ ചുളുക്ക് വരുമ്പോഴേ സൂചി തുണിയിൽ കുത്തി നിർത്തിയിട്ട് സ്റ്റാൻഡ് മാത്രം പൊക്കി കൊടുക്കണം. എന്നിട്ട് അതേപോലെ പോകണം. അപ്പോൾ ആ ചുളുക്ക് മാറില്ല.
ഫുള്ളായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ലൈനിങ് ഇതിനകത്ത് വെച്ച് ചേർത്തടിച്ച് കണ്ടോ. ലൈനിങ് വെച്ചടിച്ചപ്പോൾ ഇനി പടി വെക്കണം മുകളിൽ. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ലേ, സ്കേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പടി വെക്കണം. മുകളിൽ പടി വെച്ചിട്ട് എല്ലാം ചെയ്യും. ഈ രണ്ട് പീസും കൂടി ജോയിൻ ചെയ്തെടുക്കാം. മെയിൻ പീസ് വെക്കുമ്പോൾ അത് ലൈനുള്ളതാണ്ടേ നമുക്ക് പടി തയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലൈനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തുണി എടുത്തത് കേട്ടോ. ഇങ്ങനെയുള്ള തുണി കണ്ട നിങ്ങളുടെ കയ്യിൽ കിട്ടിയ തയ്ക്കുന്ന രീതിയാണ് പറഞ്ഞു തന്നേക്കുന്നത്. എന്നിട്ട് പടി വെക്കുമ്പോൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടില്ല, ഇതിൻ്റെ നല്ല വശം, സാറ്റിൻ തുണിയുടെ നല്ല വശം. എന്നിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇടണം. ചീത്ത വശത്ത് നമ്മളിപ്പോൾ ഈ തയ്ച്ചേക്കുന്നതിൻ്റെ ഉണ്ടോ ഇങ്ങനെ വെക്കണം. നല്ല വശത്തോട്ട് വെക്കരുത്. ചീത്ത വശങ്ങൾ തമ്മിൽ ചേർന്നേക്കും. ചീത്ത വശവും ഇതിൻ്റെ നല്ല വശവും ഇത് നമുക്ക് തിരിച്ചെടുക്കണം. ലൈനിങ് പീസിൻ്റെ നല്ല വശം അടിയിൽ, അതിൻ്റെ ഇതിവിടെ അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ പീസും കൂടെ വെക്കണം. ഇനി അറ്റം വരെ അടിക്കണം. ഇതേപോലെ ഇനി അറ്റം വരെ അടിച്ചെടുക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് 1.5 ഇഞ്ച് ഇട്ടില്ലേ, അതേപോലെ ഇവിടെ ഇടണം. മടക്കി അങ്ങോട്ട് കൊടുക്കാം. കണ്ടല്ലേ, ഇത് സാറ്റിൻ കൊണ്ട് തിരിച്ചു വരും. ഇത് ലൈനിങ്ങിൻ്റെ ചീത്ത വശം, ഇത് നല്ല വശം. ഇനി നമുക്കിത് മുകളിലോട്ട് വെച്ചടിക്കണം. കണ്ട ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അടിക്കാൻ ആ ഹോള് വേണമല്ലോ, വള്ളി ഇടാൻ. വള്ളി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ബാക്കി നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് അടിക്കാം. ഇതേപോലെ ഇങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് കൊടുക്കാം. എന്നല്ല ഇനി നമ്മൾ എന്താ ചെയ്യാം, ആദ്യം 1.5 ഇഞ്ചല്ലേ നമുക്ക് വേണ്ട, കട്ടി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചു ഇങ്ങനെ വിളിക്കും ഉണ്ടല്ലോ. ആദ്യം ഒന്ന് മടക്കി നമ്മുടെ 1.5 ഇഞ്ച് വീതിയിൽ കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേ വീതിയിൽ മടക്കി തയ്ച്ച് പോകാം. ഇതേ വീതിയിൽ അപ്പോൾ നമുക്കിവിടെ വള്ളിയിടാനായിട്ട് പോളാം. ഇങ്ങനെ ഞെറ്റം കടിക്കണം. ഇതേപോലെ കെട്ടിട്ട് തരണം. എന്നിട്ട് പതുക്കെ അടിച്ചാൽ മതി കേട്ടോ.
ആ വീതിയിൽ വേണം ഇങ്ങോട്ട് മടക്കി വരാൻ. ഒക്കെ അടിക്കുമ്പോൾ പ്രസ് ചെയ്ത് നമ്മുടെ വിരൽ പ്രസ് ചെയ്ത് ആ ലൈനിപ്പോൾ അടിച്ചു പോകണം കേട്ടോ. ഇതാ ഒട്ടും വളയരുത്. അടിക്കുമ്പോൾ നോക്കണം അടിയിലെ ലൈനിങ് പീസ് കാണും, മാറി നിൽക്കുന്നുണ്ടോ, സ്റ്റിച്ചിപ്പെടാതെ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ നമുക്ക് മുടമ്പ് ഇതുവരെ മടക്കി കൊടുത്തടിക്കണം. എന്നല്ലേ ഈ എൻഡ് വരെ അടിക്കണം. കട്ട് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ മുകളിലൊരടി വേണം. അവിടെ പ്രസ്സായിട്ടിരുന്നോ ഇവിടെ നല്ല ചൂടൊന്നുമില്ലാതെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തൊരു വള്ളി കൂടെ കൊടുക്കണം. ഈ ഹോളിൽ കൂടെ ഒരു വള്ളി ഇട്ട് കൊടുത്ത് ഇനി രണ്ട് സൈഡും കൂടെ ജോയിൻ ചെയ്യാം. ഈ രണ്ട് സൈഡും കൂടെ കറക്റ്റ് വെച്ചതിന് ശേഷം ലൈനിങ് കൂടെ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യാം. ഇത് ലൈനിങ്, ഇത് മെയിൻ പീസ്, അതുപോലെ തന്നെ ഇത് ലൈനിങ് മെയിൻ പീസ്, ഇത് 4 പീസും കൂടെ ചേർക്കണം. ഇവിടെ നമ്മൾ ഓപ്പൺ ഇട്ടിട്ടുണ്ട് കണ്ടോ, ഇവിടെ നമ്മൾ ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചേർത്ത് നെറ്റ് കൂടെ അടിക്കണം. നല്ലോണം ചേർത്ത് വെച്ചിട്ട് നെറ്റരം കൂടെ അടിച്ചെടുക്കാം. അല്ലേ ഇതേപോലെ മെയിൻ പീസ് 2, സ്കേർട്ടിൻ്റെ പീസ് ലൈൻ പീസ് ചേർത്ത് വെച്ചടിക്കുക കേട്ടോ. ഇവിടെ സൈഡിൽ ലോക്ക് ചെയ്യും കേട്ടോ. ഒരടി കൂടെ അടിക്കുന്നത്. നല്ല വശം തിരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ സ്കേർട്ട് തയ്ച്ച് കഴിഞ്ഞു. ഈ ഹോളിൽ കൂടെ ഒരു വള്ളി കൊട്ട് കൊടുക്കുക. എല്ലാവരും തയ്ച്ച് നോക്കണം കേട്ടോ. സ്കേർട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. സ്കേർട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണ്ടില്ലേ, ടോപ്പ് നമ്മൾ നേരത്തെ തയ്ച്ചല്ലോ, അതിൻ്റെ ടോപ്പാണ്. വള്ളിയിട്ട് വള്ളിയും കൊണ്ട് ഓക്കെ.
എല്ലാവരും തയ്ച്ച് നോക്കുക കേട്ടോ. അങ്ങനെല്ലാം വൃത്തി നമുക്ക് തയ്ച്ച് എഴുതി. ഇനി ഇതിൻ്റെ ഒരു സെറ്റ് കൂടെ തയ്ക്കണം, മറ്റേ രണ്ടെണ്ണം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള തയ്യൽ തുണി വരുമ്പോൾ ഇങ്ങനെ വേണം പതുക്കെ തയ്ച്ചെടുക്കണം കേട്ടോ. ഇതുകൊണ്ട് പടിയടിക്കാൻ നിൽക്കരുത്. ഇത് മോൾ ഭാഗം ഈ തുണി കൊണ്ട് പടിയടിക്കരുത്, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അടിയിൽ വെക്കുന്നത് സാറ്റിൻ തുണി എന്നോട്ട് തയ്ക്കണം പടി കേട്ടോ. ഓക്കെ, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിൽ വരണം കേട്ടോ. ഓക്കെ, ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, പിന്നെ ഹെയർ ആക്സസറി, കുറച്ച് എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറി, എല്ലാ ടൈപ്പ് ലേഡീസിൻ്റെ എല്ലാ പാവാട ഇങ്ങനെയുള്ള മിഡിയും ടോപ്പും സ്കേർട്ടും ടോപ്പും ലോങ് പട്ടുപാടും ബ്ലൗസും, പിന്നെ ഷെമ്മീസ്, ശരീര അളവെടുത്താണ് പഠിപ്പിക്കുന്നത്. പിന്നെ അളവിൽ നിന്നും പഠിപ്പിക്കും. ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെ, പിന്നെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് അതിൽ ലൂസ് കൂട്ടുന്നത് എങ്ങനെ എന്നുള്ള രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിൽ വരണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.